നമസ്കാരം. അഭിനേതാവ്, ക്രിക്കറ്റ് കളിക്കാരൻ, ബിസിനസ്സുകാരൻ, സർവോപരി CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ശ്രീ ബിനീഷ് കോടിയേരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. ഒരുപാട് മേഖലകളിൽ ഉണ്ട് ബിനീഷ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ കളിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു. പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ. ജയമാണെങ്കിൽ ജയത്തെ ന്യായീകരിച്ചിട്ടുണ്ട്, തോൽവിയാണെങ്കിൽ. വേൾഡ് കപ്പ് തോൽവി, അർജന്റീനയുടെ തോൽവി ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഏത് തോൽവികളും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്ന രീതിയിലല്ലേ ഇപ്പം എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ പാകപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഏത് തോൽവികളായാലും അതിനെ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് കരകയറാനുമാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഒരു സ്പോർട്സിൻ്റെ എല്ലാ വാശിയോടും കൂടി, സ്പോർട്സ് മത്സരം പ്രത്യേകിച്ച് ഫുട്ബോൾ ആകുമ്പോൾ അതിൻ്റെ എല്ലാ വാശിയോടും കൂടി അതിനെ ആസ്വദിക്കുക, അതിൻ്റെ എല്ലാ രസങ്ങളോടും കൂടി അത് കാണുക എന്നുള്ളതാണ് ഒരു ഫുട്ബോൾ ആസ്വാദകൻ അല്ലെങ്കിൽ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനെ ഫുട്ബോൾ കളി കാണാനും ആസ്വദിക്കുവാനാണ് ഇഷ്ടം. അങ്ങനെ തന്നെ അത് ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു വിരുദ്ധമായി ബിസിനസ് എന്നുള്ളത് ഞാൻ ചെയ്യുന്നില്ല, അതൊരു ഭാഗമായിട്ട് നിൽക്കുന്നു. ഞാൻ ഡയറക്റ്റായിട്ട് ഒരു ബിസിനസ്സിലോട്ടും ഇല്ല. പക്ഷെ എന്നാലും നിങ്ങൾ പറഞ്ഞ വാചകത്തിൻ്റെ അകത്തേക്കുള്ളതിൽ ഒരു ബിസിനസ് ജീവനോപാധി നടന്നു പോകാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഈ ക്രിക്കറ്റ് കളിക്കാരനും KCയുടെ ഭാരവാഹിയൊക്കെ ആയിട്ടാണ് കൂടുതലും ബിനീഷ് അറിയപ്പെടുന്നത്. പക്ഷേ ഫുട്ബോളിനെ കൃത്യമായി വിശകലനം ചെയ്യാനും പറയാനും അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടൊക്കെ സംസാരിക്കുന്ന ബിനീഷിനെ കണ്ടു. ക്രിക്കറ്റാണോ ഫുട്ബോളാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് കളിക്കാൻ എപ്പോഴും ഇഷ്ടം ക്രിക്കറ്റ് തന്നെയാണ്. കാരണം ഫുട്ബോൾ കുറച്ചുകൂടി ഒരു മെനക്കെട്ട പണിയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നല്ല ശാരീരിക ക്ഷമതയും നല്ല ഫിറ്റ്നസ്സും വേണം. ക്രിക്കറ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരു എപ്പോഴും നമ്മുടെ സിരകളിൽ പടർന്നു പിടിച്ചൊരു കാര്യം. കാരണം ഞാൻ തലശ്ശേരിക്കാരനാണ്. ഇന്ത്യയിൽ തന്നെ ക്രിക്കറ്റ് പ്രാദേശികവാസികളുമായി ചേർന്ന് ആദ്യം പിറവി കൊണ്ട സ്ഥലം തലശ്ശേരി. അപ്പോൾ തലശ്ശേരിയിലുള്ള എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു സ്പോർട്സിൽ കളിക്കുന്നവർ, ഏതാളായിക്കോട്ടെ, ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലാണ് ഏത് ആളുകളും എന്തെങ്കിലും ഒരു സ്പോർട്സ് കളിച്ചിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും ചൂസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് ക്രിക്കറ്റ് ആയിരുന്നില്ല. അപ്പോൾ ക്രിക്കറ്റ് സ്കൂളുകൾ സമയം തൊട്ടേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഇപ്പോൾ കണ്ണൂർ എ ഡിവിഷൻ ലീഗിലും അല്ലെങ്കിൽ മറ്റു മത്സരങ്ങൾ, പറ്റാവുന്ന മത്സരങ്ങളൊക്കെ മത്സരിക്കുന്നു. ഫുട്ബോളിൻ്റെ തിരക്കിൽ നിന്ന് നേരെ ക്രിക്കറ്റിൻ്റെ തിരക്കിലേക്ക് പോകാൻ പോവുകയാണ് അല്ലേ? KCയുടെ അടുത്ത സീസൺ തുടങ്ങാൻ പോകുന്നു. എവിടം വരെ എത്തി? ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഞങ്ങളിത് 3ാമത്തെ സീസണിലേക്കാണ് എത്തിയിരിക്കുന്നത്. KCL തുടങ്ങുന്ന സമയത്ത് വലിയ ആശങ്കകളുണ്ടായിരുന്നു. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരു ഡൊമസ്റ്റിക് ലീഗ് ഇങ്ങനെ സക്സസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ സീസണിൽ തന്നെ നമ്മളത് സക്സസ് ആക്കി എടുത്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഡൊമസ്റ്റിക് ലീഗുകളിൽ നമ്പർ 1 ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു KCL. പാർട്ടിയുടെ അംഗത്വം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതൊരു ഉത്തരവാദിത്തമാണ് ഒരു പക്ഷേ അല്ലേ? അതിനപ്പുറം സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതിരോധ കോട്ടയൊരുക്കുന്ന ഒരു വ്യക്തി കൂടിയായി ബിനീഷ് മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടിയുടെ അംഗത്വം തിരിച്ചു കിട്ടിയ ഈ സാഹചര്യത്തെ കാണുന്നത്? കൂടുതലൊരു ഉത്തരവാദിത്വമായിട്ടാണ്? അല്ല, സ്വാഭാവികമായിട്ടും പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന്, നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്ന് പോവുക എന്നുള്ളതിൻ്റെ ഒരു സ്ഥിതിയാണ് പാർട്ടി മെമ്പർഷിപ്പ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു വെറും മെമ്പർഷിപ്പായിട്ട് മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. നമുക്ക് എപ്പോഴെങ്കിലും വീണു പോയാൽ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന എന്നുള്ളൊരു വലിയ ഒരു ആശയും ഒരു പ്രതീക്ഷയും നൽകുന്നത് തന്നെയാണ് ഒരു പാർട്ടി കുടുംബാംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു വലിയ വൈകാരികത കൂടിയാണ് ഒരു മെമ്പർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പം എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന പാർട്ടിക്ക് കോട്ട കെട്ടി കാവലായിട്ട് നിൽക്കുന്നു. അവർ ഈ പാർട്ടിയുടെ കരുത്താണ്. അവരൊന്നും ഇപ്പം ഞാനും അങ്ങനെയുള്ള ആളുകളൊന്നും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങളിതിൽ ഈ രാവിലെ തന്നെ ഞങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുകയും അതിൻ്റെ സാമൂഹിക രീതി മനസ്സിലാക്കി, പാർട്ടിയുടെ നയം മനസ്സിലാക്കി അത് പ്രതികരിക്കുകയും ചെയ്യുന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പാർട്ടിയോടുള്ള ഉത്തരവാദിത്വവും ഇഷ്ടവും കൊണ്ടാണ്. അതാരും പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അത് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് നൽകുന്നു എന്നുള്ളതാണ് നോക്കുക. അങ്ങനെ എനിക്ക് നൽകാൻ പറ്റുന്നത് എന്ത് എന്നുള്ളത് വളരെ ചെറിയ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്യുന്നുള്ളൂ. അതൊരു വലിയ കാര്യമൊന്നുമായിട്ട് ഞങ്ങളാരും കാണാറില്ല. അതൊരു ഞങ്ങളുടെ ഭാഗമായിട്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വളരെ വൈകാരികമാണ് ഈ അംഗത്വം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതില്ലാതിരുന്ന ഒരു 4 വർഷക്കാലം അതിനെങ്ങനെയാണ് കണ്ടത്? അതൊരു വലിയ വൈകാരികതയിലേക്കാൾ ഉപരി അതൊരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ തന്നെ കടന്നുപോയത്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ പോലും ഈ പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കണം, ഈ പാർട്ടിയുമായിട്ട് തന്നെ ചേർന്ന് തന്നെ മുന്നോട്ട് പോകണം. അപ്പം ഒരു മെമ്പർഷിപ്പ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ മാത്രമല്ല നമ്മൾ പാർട്ടിയോടുള്ള കൂറ് വ്യക്തമാക്കേണ്ടത്. അപ്പം ആരൊക്കെ നമ്മൾ അവഗണിച്ചാലും നമ്മൾ ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പാർട്ടി അത് ഒരു ഘട്ടത്തിൽ അത് കാണും എന്നുള്ളതാണ്. അപ്പോൾ ഞാനും അത് പ്രതീക്ഷിച്ചാണ് നിന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് പാർട്ടി അത് കണ്ടു.
എനിക്ക് മെമ്പർഷിപ്പ് തന്നു. അതിൽ പിണറായി വിജയനാണ് നിർണായകമായത് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. പിണറായിയുടെ ഇടപെടലാണോ അംഗത്വം തിരിച്ചു കിട്ടാനായിട്ട്? പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇപ്പം ജില്ലാ സെക്രട്ടറിമാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള മെമ്പർഷിപ്പിൻ്റെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി തന്നെയാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പം ഗോവിന്ദ മാഷ് തന്നെയാണ് അതിൻ്റെ അകത്തൊരു ഇടുന്നത്. പിണറായി സ്വാഭാവികമായിട്ടും അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള അത്തരത്തിലുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിട്ട് സംസ്ഥാന സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം കിട്ടാതിരുന്നതിന് കാരണവും സംസ്ഥാന സെക്രട്ടറി അല്ല, അതൊക്കെ ഓരോ തരത്തിൽ ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതികളുണ്ടാവും. അപ്പോൾ പാർട്ടിയിൽ നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് നാളെ മെമ്പർഷിപ്പ് കൊടുക്കും. നമുക്കൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആദ്യം ഒരു ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ചേർക്കണം, കാൻഡിഡേറ്റ് മെമ്പർ ആവണം, അതിനുശേഷമാണ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. വർഗ്ഗബഹുജന സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കണം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആവർത്തിച്ച ആവശ്യം ഉയരുമ്പോഴും അത് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ ചില പോസ്റ്റുകൾ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള പോസ്റ്റുകൾ, അത് ഈ കമ്മിറ്റികളിൽ സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാട്ടി എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അതൊക്കെ വാർത്തകൾ മാത്രമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോസ്റ്റുകളൊന്നും ഞാൻ ഒരു പോസ്റ്റ് ഇട്ടത് ആ സമയത്ത് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ ഇട്ട ഒരു രീതിയിലല്ല പൊതുജനം അതിനെ വ്യാഖ്യാനിച്ചതെന്ന് മനസ്സിലായപ്പോൾ അതെനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാനെന്താ മനസ്സിലാക്കണ്ടേ, ഞാൻ കാരണം വേറെ തരത്തിലേക്ക് എൻ്റെ പാർട്ടിയെക്കുറിച്ച് മറ്റു തരത്തിൽ എന്തായിരുന്നു ബിനീഷ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് സ്വയം വിമർശനം. ഇപ്പം പിണറായിയെ പോലൊരു മുഖ്യമന്ത്രിയെ കിട്ടും, പക്ഷേ കോടിയേരിയെ പോലെ അതൊരു ആ രീതിയിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിൽ ഈ ഒരു പാർട്ടി എന്ന രീതിയിൽ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിനൊക്കെ കുറച്ചുകൂടി നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. ആ ജാഗ്രത എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിയാണ്. ഇപ്പം നമ്മൾ എന്താണ് പാർട്ടി എന്ന് കാണിക്കുമ്പോൾ നമുക്കൊരു ആളെ എടുത്ത് കാണിക്കാനല്ലോ, നമ്മുടെ നേതൃത്വത്തിനല്ലേ പാർട്ടി എന്ന രീതിയിൽ പറയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പം അത് വേറെ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത്. ആ വ്യാഖ്യാനിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്വയമേവ അത് തിരുത്താൻ ഞാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തിയത്. വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അത് ആരെ ഉദ്ദേശിച്ചതാ? വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെ ഉള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് അങ്ങനെ അല്ല ഞാൻ പോസ്റ്റ് ഇട്ടത്. അത് പൊതുവെയുള്ള ഈ പറയുന്ന പോലെ തന്നെ പാർട്ടിക്കകത്ത് നമ്മൾ എപ്പോഴും എന്താണ് പാർട്ടിക്കകത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു പാർട്ടി എങ്ങനെയാവണം എന്നുള്ളതിന്റെ ഒരു ഏറ്റവും ചെറിയ വാചകത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വാചകമാണത്. പാർട്ടി എന്നുള്ളത് ഭരണകൂട കേന്ദ്രീകൃതവും വ്യക്തി കേന്ദ്രീകൃതവും ആവരുത്. ഇത് രണ്ടുമാണല്ലോ ഒരു പാർട്ടിയെ നിൽക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്ന ഒന്നും. അങ്ങനെ ഇതുവരെ ഈ പാർട്ടി ആയിട്ടില്ല. അങ്ങനെ ആവാത്തിടത്തോളം നമുക്ക് ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരു വ്യക്തി ഉദ്ദേശിച്ചായിരുന്നില്ല പോസ്റ്റ്. അല്ല, അങ്ങനെ ആയിട്ടില്ലല്ലോ ഇപ്പൊ ഈ പാർട്ടി ഒരു വ്യക്തിക്കൊന്നും. അല്ല, ബിനീഷിന്റെ പോസ്റ്റ് ഒരു വ്യക്തി ഉദ്ദേശിച്ചായിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണോ അത് പിൻവലിച്ചത്? അല്ല, ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് അതിന് ചർച്ച ചെയ്യപ്പെട്ടത്. അത് നിങ്ങൾ പറഞ്ഞത് ശരി. ഈ പറയുന്ന പോലെ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ അത് ഒരു വ്യക്തിയിലുള്ള അത് ഞാൻ എന്നെയും കൂടി ചേർത്താണ് പറഞ്ഞത്. ഈ പാർട്ടിക്കകത്തുള്ള നേതാക്കളായാലും അനുഭാവികളായാലും പാർട്ടി കുടുംബങ്ങളായാലും ഈ പാർട്ടി മെമ്പർ എല്ലാവരും ഈ പാർട്ടി ഈ പറയുന്ന പരാജയത്തിന്റെ ഈ പറയുന്ന തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഈ എല്ലാത്തിനും വലുതാണെന്നുള്ള ധാരണയിൽ ഞാൻ സമൂഹത്തിൽ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അങ്ങനെ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. അത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചെന്നല്ല. അത് പക്ഷെങ്കിൽ ഈ പറയുന്ന പോലെ വ്യാഖ്യാനിക്കപ്പെട്ടത് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു, ബിനീഷ് കോടിയേരി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, അത് ശരിയല്ല. പക്ഷേ പാർട്ടിയുടെ ഉള്ളിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ ഉരുത്തിരിയുന്നത് അത് തന്നെയല്ലേ? അല്ല, അതിപ്പോൾ പാർട്ടി കൃത്യമായിട്ട് പാർട്ടിയുടെ വെബ്സൈറ്റിൽ ചരിത്രത്തിലായുള്ളതിനേക്കാൾ ഇന്നേ വരെയുള്ളതിൽ ഏറ്റവും കൃത്യമായിട്ട് ഇത്രയും വിശദീകരിച്ചുകൊണ്ട് ഇത്രയും ഷാർപ്പായിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ തന്നെ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കില്ലേ. ഇതിൽ കൂടുതൽ എന്താ? അപ്പോൾ നമ്മൾ പാർട്ടി പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ആ തെറ്റുകൾ ഇന്നതാണ്, നിങ്ങൾ പറഞ്ഞ തെറ്റുകളെല്ലാം ശരിയാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളെടുത്ത് ആ ക്ഷമയോടുകൂടി വിനയാന്വിതരായി നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളിത് ആ സമൂഹത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ആ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ തെറ്റുതിരുത്തൽ നടപടികളിലുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തതിലായാലും ഈ നേതൃത്വം തന്നെ തുടരുന്നതിലായാലും ഒക്കെ ആ തെറ്റുതിരുത്തൽ ഉണ്ടാകുന്നുണ്ട്, പിന്നീടുള്ള നടപടികളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ ഒരു പാർലമെന്ററി പോസ്റ്റ് അല്ലേ? ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പോസ്റ്റ് അല്ലേ? മറ്റേത് നമുക്ക് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന എടുത്ത നിലപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായിട്ടും തെറ്റുതിരുത്തത് എങ്ങനെ മുന്നോട്ട് പോകുന്നതൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റേത് ഈ പറയുന്ന പോലെ ഏത് വ്യക്തിയായാലും ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾ
ഇന്ന വ്യക്തിയെ ഏത് വ്യക്തി ആയിക്കോട്ടെ, അതൊരു പാർലമെന്റ് പ്രവർത്തനത്തിനുള്ള ഒരു പോസ്റ്റ് മാത്രമാണ്. അതിലേക്ക് തിരുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അത് പാർട്ടി എല്ലാവരും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത അല്ല, ഒരാളാണ്. പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ വ്യക്തികളുടെ തുടർച്ച തന്നെയല്ലേ ഉണ്ടാകുന്നത്? അല്ല, വ്യക്തികൾക്ക് ഈ പറയുന്ന വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടേണ്ടുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആ പോസ്റ്റ് ഇട്ടു, അത് വലിയ ചർച്ചയായി. അതിനുശേഷം ഒരുപക്ഷെ ബിനീഷ് പാർട്ടിയുമായി അകലുന്നോ എന്നൊക്കെ തോന്നിച്ച ഒരു ഘട്ടമുണ്ട്. ടി.കെ. ഗോവിന്ദന് സ്വീകരണം നൽകുന്നു, അന്ന് അമ്മയുടെ ചില പരാമർശങ്ങൾ വരുന്നു, ആ ഘട്ടമൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ അത്തരം ചിന്തകൾ വന്നിട്ടുണ്ടോ? ഈ പാർട്ടി ഇതുപോലെ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം അതിനെ സംബന്ധിച്ചു. പിന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തു. ഇപ്പോഴുള്ളതിനേക്കാളൊക്കെ വലിയ രാഷ്ട്രീയ വലിയ ഒരു ഇരുണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് രണ്ടാമത് വന്ന മോദി ഗവൺമെൻറ്. ആ മോദി ഗവൺമെൻറ്റാണ് ഏറ്റവും ആളുകളെ ഭീതിജനകമായിട്ട് സിംഗിൾ മെജോറിറ്റിയിൽ BJP ഭരിച്ച ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത്. അന്ന് അമിത്ഷായും മോദിയും ഒരുമിച്ച് നിന്നാണല്ലോ എല്ലാവരെയും ഇതായിക്കൊണ്ടിരുന്നത്. എന്നെ ഇ ഡി ഓഫീസർ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ. ഇപ്പോൾ എനിക്ക് ഇതൊന്നും പ്രശ്നമില്ലാത്ത വലിയ പോസ്റ്റിൽ എനിക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ, അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതം തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങൾ തന്നു. അന്ന് ഞാൻ വഴിപ്പെട്ടിട്ടില്ല അന്ന്. അതുമാത്രമല്ല, വലിയ ഭീഷണികളും ഉണ്ടായിരുന്നു എനിക്ക് മുമ്പിൽ. അന്ന് ഞാൻ ഈ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അന്ന് ഈ പാർട്ടിയെ ഞാൻ വിട്ടുപോകാൻ തയ്യാറായിട്ടില്ല. ആരെയും കണ്ടുകൊണ്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ടൊന്നുമില്ല ഈ പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്. എന്തുവായിരുന്നു വാഗ്ദാനങ്ങൾ എന്നൊന്നും പറയുന്നത്? ഒരുപാട് വാഗ്ദാനങ്ങൾ. അതിപ്പോൾ ഞാനൊരു മുമ്പത്തെ ഒരുപാട് ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനെ സംബന്ധിച്ചിട്ട് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പം രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പൊളിറ്റിക്കലി അഭയം തരുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് തരും എന്നുള്ളതാണോ? ഫിനാൻഷ്യലി നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലിയും എന്നെ സെക്യൂർ ചെയ്യും എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. ആരെ ലക്ഷ്യമിട്ടായിരുന്നു? അത് പിണറായി സാറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൃത്യമായിട്ട് എൻ്റെ ഭാഗമായിട്ട് അവർ ചോദിച്ചു. എന്നെ അറസ്റ്റ് ചെയ്ത കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അല്ലല്ലോ എന്നാണ് ചോദിച്ചിരുന്നത്. അന്ന് പിണറായി സാറുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യങ്ങൾ അവരതൊരു 8-9 ക്വസ്റ്റ്യൻ ലെയറായിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതി കൊടുത്തണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് വഴിപ്പെടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ എൻ്റെ വീട്ടിലേക്ക് റെയ്ഡൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് പിണറായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് വന്നത്. പക്ഷേ അന്ന് ബിനീഷിന് ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പക്ഷേ സമാനമായ നിലയിലുള്ള പിണറായി വിജയൻ്റെ മകൾ പോകുമ്പോൾ അവിടെ ED റെയ്ഡ് നടക്കുമ്പോൾ പ്രതിഷേധിക്കാനെത്തിയ ബിനീഷ്, അത് വലിയ ചർച്ചയായിരുന്നു. വലിയ തരത്തിൽ ഈ രണ്ടിൽ സംഭവങ്ങളിലുമുള്ള ഇരട്ടത്താപ്പ്, പാർട്ടിയുടെ ഇരട്ടത്താപ്പും ചർച്ചയായി. ബിനീഷിന് പരാതികളൊന്നുമില്ല. അത് എൻ്റെ രാഷ്ട്രീയ ബോധം, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. ഇപ്പം എനിക്കെന്ത് നൽകി, എനിക്കെന്ത് കിട്ടി എന്ന് നോക്കിയിട്ടല്ല ഞാൻ ഒരാളുടെ ഒരു കഷ്ടതയിൽ ഒരു നിലപാടെടുക്കേണ്ടത്. ഞാൻ ആ കഷ്ടതയിൽ കൂടെ നിൽക്കുകയും ആ രാഷ്ട്രീയപരമായിട്ട് ഉപദ്രവിക്കാൻ വരുന്ന, കീഴ്പ്പെടുത്താൻ വരുന്ന ശക്തികൾക്കെതിരായി സ്ട്രോങ് ആയിട്ട് നിലയുറപ്പിക്കണം ചെയ്യുന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ബോധം. ഞാൻ ഇന്നലെ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് ചേർന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തുടക്കകാലം ബാലസംഘം തൊട്ട് ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഇട്ടിട്ട് പോവുകയും എൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടി കുടുംബത്തിനെതിരെ ഒരു ആക്രമണം വരുമ്പോൾ എനിക്ക് ഇത് നൽകാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുള്ള നിലപാടെടുക്കുമെന്നല്ല ഒരു രാഷ്ട്രീയ നിലപാട്. മധുര പ്രതികാരമായിരുന്നു അന്ന് അവിടെ തിരുവനന്തപുരത്ത് ആ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ എത്തിയത്. ഞാൻ അവിടെ പോയി നിന്നതോ? അത് രാഷ്ട്രീയ ബോധത്തിൻ്റെ വിലയിരുത്തലിൻ്റെ വരുന്ന വ്യതിയാനങ്ങളാണ്. ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ചില കാഴ്ചപ്പാടുകളാണത്. ബിനീഷിന്റെ ആളുകളല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? കേരളത്തിലുള്ള ഈ പറഞ്ഞ 5.5 ലക്ഷം ആളുകളും, കേരളത്തിലുള്ള പാർട്ടി കുടുംബാംഗങ്ങളും, കേരളത്തിലുള്ള എല്ലാ അനുഭാവികളും എൻ്റെ ആളുകളാണ്. അവരാളുകളാണ് ഞാനും. ഇതൊരു കാവ്യനീതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ പോലും ബിനീഷിന്റെ അവിടുത്തെ ആ സാന്നിധ്യം വാർത്തയായത്. ആ ഒരു സംഭവമാണോ പിണറായി ഇടപെട്ട് തന്നെ ഈ പാർട്ടി അംഗത്വം കിട്ടുന്നതിലേക്ക് നയിച്ചത്? അതിനു മുമ്പേ എനിക്ക് ഒരാഴ്ച മുമ്പേ അംഗത്വം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ പോയി നിൽക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ ഞാൻ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അതാണ് ഈ പറയുന്ന പോലെ അവിടെ വന്ന് നിന്നുകൊണ്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് വാർത്ത കിട്ടിയത് അതിൻ്റെ പിറ്റേ ദിവസമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോയി നിൽക്കുന്ന ആ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ തന്നെ ഞാൻ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അവിടെ നിന്നപ്പോൾ ബിനീഷ് ആലോചിച്ചോ? ബിനീഷിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സാഹചര്യം, ബിനീഷിനെ പാർട്ടി ഒറ്റയ്ക്കാക്കിയ സാഹചര്യമൊക്കെ ആലോചിച്ചിരുന്നു? ഇനി ഞാനങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അവിടെ നിന്നേനെ. അത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ, അതാണ് ഈ പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു കോംറേഡ്ഷിപ്പ്, സഖാത്വം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കൊരു അപകടം വരുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ഇടപെടുകയല്ല ചെയ്തത്. ആദ്യം നിങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളോ എല്ലാം ഉണ്ടാവാതിരിക്കട്ടെ.
ആ വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് അതിനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് ബിനീഷിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ലല്ലോ. ഈ പിണറായി സഖാവ് തന്നെ പറഞ്ഞത് അത് വ്യക്തിപരമാണ്, ഇ ഡിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയില്ല എന്നല്ലേ പറഞ്ഞത്. അത് അച്ഛനും പറഞ്ഞല്ലോ, അത് വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ നേരിടണമെന്ന് അച്ഛന് പറഞ്ഞല്ലോ. അത് അച്ഛന് മാത്രം എടുക്കാൻ പറ്റുന്നൊരു നിലപാട് കൂടിയാണ്. അത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാം. അച്ഛന് അത് കോടിയേരിക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു നിലപാട് കൂടിയായിട്ടാണ്. ഇനി വരും കാലഘട്ടത്തിൽ അത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും എടുക്കുമെന്ന്. ഇത്രയും കാലഘട്ടത്തിനിടയിൽ അത് കോടിയേരി മാത്രം എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. ആ ഘട്ടത്തിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരെ കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്നു. പക്ഷേ സമാനമായ സാഹചര്യത്തിൽ അത്തരം നടപടികളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ പിണറായി വിജയൻ സഖാവിൻ്റെ ഭാഗത്തു നിന്നായാലും. അല്ല, അതൊക്കെ പാർട്ടിയുടെ ഒരു കാര്യം കൃത്യമായിട്ട് വിശദീകരിച്ച കാര്യം. അതൊന്നും ഞാൻ മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമല്ലല്ലോ. ഇപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതൊന്നും അതൊക്കെ ഓരോ ഈ ആ കേസുമായി ബന്ധപ്പെട്ട് പിണറായി സഖാവിന് ഈ പറയുന്ന പോലെ നേരിട്ടിട്ടാണ് ഈ ഏജൻസി ഈ പറയുന്ന നോട്ടമിടുന്നത് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പോൾ അതിനുശേഷം ആദ്യം ഘട്ടത്തിലുണ്ടായിരുന്ന രീതിയിലല്ലല്ലോ പാർട്ടി. ഇപ്പോൾ എന്താ പറയുന്നത്, ആ കുടുംബാംഗം തന്നെ ആ കേസ് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടെന്ന് പാർട്ടി നിലപാടെടുത്ത് കഴിഞ്ഞല്ലോ. അത്രയേ ഉള്ളൂ. കോടിയേരി പുറമേക്ക് പറയുന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലും, അതോ താങ്കൾ തന്നെ അച്ഛനോട് എന്താച്ചാ പാർട്ടി എന്നോട് ഇങ്ങനെ എന്ന് ചോദിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ താങ്കൾ പല ഇൻ്റർവ്യൂകളിലും ഒക്കെ അക്കാര്യം പറയുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി എടുത്ത നിലപാടിനോട് കോടിയേരിക്ക് വിഷമമുണ്ടായിരുന്നു? എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിഷമത്തിൽ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞപ്പോൾ പോലും ആ വിഷമത്തെ പോലും കൈകാര്യം ചെയ്തത്, എൻ്റെ അടുത്ത് പറഞ്ഞത് വാചകം, നീ പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്ന് പോയതുകൊണ്ടാണ് നീ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നിനക്ക് പറ്റിയത്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയായിട്ട് ചേർന്ന് നിന്നോളണം, അതിനപ്പുറത്തേക്ക് നീ ചോദിക്കേണ്ട എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം മാനസികമായി ഒരു മകനെന്ന നിലയിൽ താങ്കൾ വലിയ ബുദ്ധിമുട്ട് ഘട്ടത്തിൽ ഒപ്പമുണ്ടാകാതെ പോലും ജയിലിലൊക്കെ ആയിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. മാത്രവുമല്ല, ഈ വിദ്യാർത്ഥി കാലഘട്ടം എടുത്താൽ ഉടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? പോലീസ് ജീപ്പിൽ നിന്ന് താങ്കളെ ഇറക്കിക്കൊണ്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫേക്ക് നരേറ്റീവാണ്. അല്ല, സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ അന്നത്തെ സമരസമ്മേളന കാലഘട്ടത്തെക്കുറിച്ച് എന്നെ ഇന്നേ വരെ അച്ഛൻ ഒരു പോലീസ് ജീപ്പിൽ നിന്നോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നോ ഇറക്കിക്കൊണ്ട് വന്നിട്ടില്ല. എന്നെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ എം വി ജയരാജനും ഇപ്പോഴത്തെ LDF കൺവീനർ TP രാമകൃഷ്ണനാണ്. എം വി ജയരാജൻ അന്ന് 2001, 2006 കാലഘട്ടത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്നെ നന്ദാവനം ക്യാമ്പിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പോലീസുകാർ കൊണ്ടുപോയി ഭീകരമായിട്ട് അതിൻ്റെ ചില ഇപ്പോഴും ഇതൊന്നും ഒരു ത്യാഗമായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല. അതൊക്കെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ത്യാഗം മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന് ചേരുന്ന ഒന്നല്ല. എന്നെ ഇത്രമാത്രം അടിച്ചു, എന്നെ അങ്ങനെ അടിച്ചു എന്നൊന്നും പറയുന്ന രീതിയിലേക്ക് ത്യാഗം മാർക്കറ്റ് ചെയ്യരുത് എന്നുള്ളത് എപ്പോഴും അച്ഛൻ പറയുന്ന ഒരു വാചകമാണ്. അപ്പോൾ അന്ന് എന്നെ പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ അത്രയും തറയിലിട്ട് അങ്ങനെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഹെൽമെറ്റ് മൂടിക്കൊണ്ട് ക്യാമ്പിൻ്റെ അകത്തുള്ള ആളിനെ അടിക്കുമ്പോൾ എം വി ജയരാജനാണ് അതിൻ്റെ അകത്ത് വന്നുകൊണ്ട് എന്നെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നത്. TP രാമകൃഷ്ണനും ഉണ്ടായിരുന്നു. അച്ഛൻ ഇന്നേ വരെ ഈ പറയുന്ന പോലെ അന്നത്തെ മനോരമയും ആളുകളൊക്കെ തന്നെ പ്രചരിപ്പിച്ച ഒരു വാചകമാണ്. കോടിയേരി ബാലകൃഷ്ണൻ മകനെ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നിട്ട്, ഞാൻ അതിനു മുമ്പ് എത്രയോ മുമ്പ് തന്നെ AK സെൻ്ററിലെത്തി, ഞങ്ങളാണ് ഈ പറയുന്ന വിഷയം ഈ പറയുന്നതിൻ്റെ അകത്ത് എത്തി. അപ്പോൾ അന്നത്തെ കമ്മീഷണർ രാജൻ സിംഗ് ഒക്കെ വന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായതിനു ശേഷം അതിനുശേഷമാണ് ഇവരെല്ലാവരും വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവർ വന്ന സമയത്തൊന്നും ഞങ്ങൾ അറിയുന്ന പോലും ഇവരെത്തിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ബാക്ക് മതിലൂടെ ചാടിയിട്ടാണ് ഞങ്ങൾ AK സെൻ്ററിൽ എത്തുന്നത്. എന്നെ ഇന്നേ വരെ ഒരു സമരമുഖത്തു നിന്നും അച്ഛൻ രക്ഷപ്പെടുത്താനോ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവനെ വിടണമെന്ന് പറയാനോ തയ്യാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ കേസുകളിൽ എത്രയോ പ്രാവശ്യം കേസുകളിൽ പോയിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ ത്യാഗമായിട്ട് പറയരുതെന്ന് പറഞ്ഞാൽ ത്യാഗം പോയിട്ട് ഒരു തല്ലിപ്പൊളി മകൻ എന്ന നിലയിലുള്ള ഇമേജ് ആയിരുന്നു ബിനീഷിന് അക്കാലത്തുണ്ടായിരുന്നത്. അല്ല, അത് ഓരോ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നരേറ്റീവിൽ ഒരു കൃത്രിമ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ എടുത്തോ, എത്രമാത്രം കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുമേ ശരിയായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഉള്ള ഒരു ബാക്കി പത്രമായിട്ട് എൻ്റെ ജീവിതം ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനത്തെ എല്ലാവരും പറഞ്ഞ ലഹരി കേസ് എന്ന് പറഞ്ഞ കേസ് എനിക്കുണ്ടോ? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഒരു കേസിൽ പോലും ഞാൻ പ്രതിയല്ല. അത് പൂർണ്ണമായി തെളിഞ്ഞ് ആ കേസ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്നാലും ആ നറേറ്റീവ് തുടരും. ഇപ്പോൾ നിങ്ങൾ എത്രയോ വർഷം ഉണ്ടായിരുന്ന ഒരു നറേറ്റീവാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ പോലെ തന്നെ ഇത് ഞാൻ ഇല്ലാതാകുന്ന കാലം വരെ ഇതിങ്ങനെ തുടരും. ഞാൻ ഇല്ലാതെ കഴിഞ്ഞ കാലത്ത് തുടരും. അത്രയേ ഉള്ളൂ. ഒരു കാലത്തും അങ്ങനെ ഒരു വഴിവിട്ട ജീവിതം ബിനീഷിനുണ്ടായിരുന്നില്ലേ? അല്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മളെക്കുറിച്ച് ഒരു കൃത്രിമ ബോധത്തിൽ ഉണ്ടാക്കിയെടുത്ത സാധനം. ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഇപ്പോൾ ചില സുഹൃത്ത് വലയങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഞാൻ പറയാം, നമ്മൾ ചില ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നവീകരിക്കും.
നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയെടുക്കപ്പെടും. അപ്പം നമ്മൾ പോകുന്ന ചില കാര്യങ്ങൾ, ചില കൂട്ടങ്ങൾ, ചിലപ്പോൾ അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു വഴിപ്പെടലുകളിലേക്ക് നമ്മളും എത്തിപ്പെടുമെന്നൊക്കെ ആളുകൾക്ക് സംശയിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാവാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സുഹൃത്തുക്കളെയൊക്കെ തള്ളി പറയണം. ഞാനൊരു ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ആരെയും തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ ഗുണവും ദോഷവുമായിട്ട് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. ആഡംബര ജീവിതം, വഴിവിട്ട ജീവിതം, ലഹരി ഉപയോഗം, അങ്ങനെ എണ്ണി 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 ബിനീഷിനെതിരെയുള്ള കുറ്റപത്രം എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടാകും. ഇതിലൊന്നും പെടാത്ത ആളാണോ ബിനീഷ്? യഥാർത്ഥത്തിൽ ഒരു സൽപുത്രനായിരുന്നോ ബിനീഷ്? അല്ല, ഈ ആഡംബര ജീവിതം എന്ന് പറയുന്നത് എന്താണ് ആഡംബരം? അല്ല ഞാൻ ചോദിക്കാം, എന്താ ആഡംബരം? വരവിൽ കവിഞ്ഞ സമ്പാദ്യമുള്ളവരെ ആഡംബരം കാണിച്ച് ജീവിക്കുന്നു. അതെ, വരവിൽ കഴിഞ്ഞ സമ്പാദ്യം ഉണ്ടെന്ന രീതിയിൽ ജീവിക്കുന്നു. അതില്ല എന്നുള്ളതിൻ്റെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം അറിയാം. എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയായിരുന്നു എന്നുള്ളതും എൻ്റെ ഇതായിരുന്നുള്ളതും. 5 വർഷത്തെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവർ 50 ലക്ഷം രൂപയായിട്ട് എടുത്ത് കാണിച്ചിരുന്നത്. അതിനൊക്കെ ഞാൻ ടാക്സ് അടച്ച് കൃത്യമായിട്ട് അതിനുള്ള രേഖയും കാണിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള നെറേറ്റീവ് ഉണ്ട്. ഈ പറയുന്ന പോലെ ആഡംബര ജീവിതം. എന്താണ് ആഡംബര ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വരവിൽ കവിഞ്ഞതാണെന്ന് നിങ്ങൾ പറയും. അപ്പം ഞാൻ അതിന് നെറേറ്റീവ് വന്നാൽ നിങ്ങൾ പുതിയൊരു സാധനം പറയും. അപ്പോൾ പിന്നെ അടുത്ത പറയാം എന്താ, ഈ ആഡംബരത്തിൻ്റെ കാര്യം കഴിഞ്ഞില്ലേ, രണ്ടാമത്തെ എന്താ, ലഹരി ഉപയോഗിച്ചിട്ട് ലഹരി ഉപയോഗത്തിൻ്റെ സാധനം NCB ഇതേപോലെ തന്നെ എന്നെ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. ഇ ഡി കസ്റ്റഡി കഴിഞ്ഞതിന് ശേഷമാണ് NCB ക്വസ്റ്റ്യൻ ചെയ്തത്. ഒരു രീതിയിലും പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ NCBക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. NCB അതിലൊന്നും വസ്തുത ഇല്ലാതെ മനസ്സിലാക്കി. ഏറ്റവും അവസാനം NCB പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാം ഞങ്ങളിപ്പം ഈ പറയുന്ന ഇദ്ദേഹമായുള്ള ട്രാൻസാക്ഷൻ പോലും ED ചെയ്യാത്തതും NCB ചെയ്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. ED ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അനൂപ് മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്നും ആ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള പണമാണ് അനൂപ് മുഹമ്മദ് ഉപയോഗിച്ചതെന്ന് അനൂപ് മുഹമ്മദും മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊഴി ED ആ രീതിയിൽ മുഖവിലക്കെടുത്തില്ല. പക്ഷേ NCB എന്താ ചെയ്തത്, ഈ കൊടുത്തു എന്ന് പറയുന്ന പൈസ കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും വിളിപ്പിച്ചു. അവർ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് മാസവാടക തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് സാധനത്തിൻ്റെ പൈസ തന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ ആ കേസ് പൂർണ്ണമായിട്ടും മാറി. പക്ഷേ ED അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കേസ് പോലും എടുക്കാൻ പറ്റില്ല ഒന്നും. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ NCB പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരി, പക്ഷേ ഞങ്ങൾ ഡൗട്ട്ഫുൾ ആണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഡൗട്ട്ഫുൾ ആണ്. ഈ പറയും നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ 2 ടെസ്റ്റ് ചെയ്യും. ഒന്ന് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റും ചെയ്യും, നെയിൽ ടെസ്റ്റാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഹെയർ ടെസ്റ്റാണ്. ഹെയർ ടെസ്റ്റിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഹൈദരാബാദിലേക്ക് അയക്കണം. അപ്പോൾ നെയിൽ ടെസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ എത്ര ഈ പറയുന്ന പോലെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പം അത് നമ്മളൊരു ഭീഷണി പോലെയാണ് അവർ പറഞ്ഞത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമ്മതിച്ചാൽ ഈ പറയുന്ന ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സമ്മതിച്ചാൽ നിങ്ങൾക്ക് 6 മാസത്തെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കൊരു പരാതിയില്ല, നിങ്ങൾ എടുത്തോളൂ. എൻ്റെ നെയിൽ ടെസ്റ്റ് എടുത്തു, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു, എല്ലാം എടുത്തു. ഒരു രീതിയിലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നല്ല ഞാൻ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല, എസ് ഓർ നോ പറയുന്നത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എസ് ഓർ നോ എന്നുള്ളത് എനിക്കത് വിശദീകരിക്കണം. നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ ഒരു അന്വേഷണ ഏജൻസി, ഇന്ത്യയിലെ തന്നെ നർക്കോട്ടിക്കിന്റെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി ചെക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു ആളായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ആ കാര്യം പറഞ്ഞിട്ട് എസ് ഓർ നോ പറയാൻ പറ്റുള്ളൂ. അത് കാര്യം ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ ഉത്തരം നോ. ഓക്കെ, ഈ ഒരുപാട് കൂട്ടും ആളുകളും ഒക്കെ ഉണ്ട് അല്ലേ, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. വെച്ചാൽ പാർട്ടിക്ക് അതീതമായി ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ ഒക്കെ കാര്യം എടുത്താൽ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളിടത്ത് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അതിപ്പോഴും ആ ബോണ്ട് അതുപോലെ തുടരുകയാണ്. ബിനീഷിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടുകളെ സംശയത്തോടു കൂടി കാണുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ബിനീഷ് മാനേജ് ചെയ്തത്? ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പതുക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ജീവിതത്തിലെ ദുഃഖം ഉണ്ടായിരുന്ന ഒന്നതാണ്, മനസ്സിലാക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ അത്തരത്തിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ, നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒന്നും. ഇപ്പോൾ എനിക്ക് ഷോൺ ഇപ്പോഴാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുക ചെയ്തത്. ഞാനും ഷോണുമായിട്ട് ഏകദേശം 2001 തൊട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള, ഇപ്പോൾ ഞാനും ഷോണും നീനുവും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ അഡ്വക്കേറ്റ് വെഞ്ചർ നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ സൗഹൃദത്തിൽ എപ്പോഴും രാഷ്ട്രീയം കടന്നു വരുമ്പോൾ ഞാനും നീനും ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണമായി നിൽക്കുന്ന ആളുകളാണ്. ഷോണും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നതാണ്. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാൻ പൂർണ്ണമായി എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഷോണിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൃത്യതയോടുകൂടി ഏറ്റവും മൂർച്ചയായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ് എതിർക്കുന്ന ആളാണ്. അങ്ങനെ എതിർക്കുന്നതാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി നിന്നത്. എൻ്റെ നിലപാട് ഇതാണ് എന്ന് സമൂഹത്തെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഞാൻ അതാണ് പറഞ്ഞത്. അതിൽ നിന്നുമാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ ആ കൂട്ടുകെട്ടുകളിൽ എൻ്റെ കൂട്ടുകാരിയൊന്നും ഞാൻ തള്ളിപ്പറയാൻ ഇപ്പോഴും തയ്യാറല്ല. പക്ഷേ അത് ചിലപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് തള്ളി പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതങ്ങനെയാണ്. അത് ഞാനൊരു നല്ല ഫ്രണ്ടാണ്. അവർ അത് നല്ല ഫ്രണ്ടാണോ എന്ന് പറയേണ്ടത് അവരാ. ഞാൻ നല്ല ഫ്രണ്ടാണ്, അത്രേ ഉള്ളൂ. ED റെയ്ഡ്
അന്ന് അവിടെ ബിനീഷ് എത്തി, അവിടെ ആ പ്രതിരോധത്തിൻ്റെ ഒരു നായക സ്ഥാനത്ത് ബിനീഷ് നിൽക്കുന്നു. അത് വലിയ രീതിയിൽ ബിനീഷിൻ്റെ ഇമേജ് പാർട്ടിക്കുള്ളിൽ മാറ്റിയിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ മാറ്റിയിട്ടുണ്ട്. അതൊരു തരത്തിൽ അനുഗ്രഹമായി മാറിയോ ആ സംഭവം? അങ്ങനെ പറയാൻ പാടില്ല. ആ ഇ ഡി റെയ്ഡ് ഒരു അനുഗ്രഹമാണെന്ന് ഞാനങ്ങ് പറയുക. അതൊരു ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നമ്മളെ പാർട്ടിയെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ ചെയ്ത് നടത്തുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസാണത്. അപ്പോൾ എനിക്കതിനെ കൃത്യമായിട്ട് അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ അനുഭവിച്ച ഒരാളെന്ന ഒരു കുടുംബം എന്ന രീതിയിൽ ഞാൻ അതിൻ്റെ അങ്ങനെ മറ്റൊരു കുടുംബം അത് അനുഭവിക്കാൻ പോകുമ്പോൾ ആ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ശക്തമായ പിന്തുണ നൽകുകയും ഐക്യപ്പെട്ട് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഞാൻ അതിനങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് എനിക്കെന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാനം കിട്ടുമെന്നോ എൻ്റെ അങ്ങനെ ഒന്നുമല്ല ഞാൻ കരുതുന്നത്. അപ്പം നാളെ അത് അവർക്കല്ല, നാളെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി സഖാവിനോ ഒരു പാർട്ടി കുടുംബത്തിനോ വന്നാൽ ഞാൻ ഇപ്പം ഈ പാർട്ടി കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഖാക്കളായിട്ടും, ഇപ്പം ഈ തിരുവനന്തപുരത്തുള്ളല്ല, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കണ്ണൂർ ജില്ലയിലുള്ള പാർട്ടി കേസുകൾ പെട്ടിരിക്കുന്ന എല്ലാ സഖാക്കളുമായിട്ടും, ഇപ്പം പല കേസുകളിൽ പെട്ടിരിക്കുന്ന ആളുകളായിട്ടും ഞാൻ വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ്. ആ സൗഹൃദത്തിൻ്റെ പരമായിട്ട് ചിലപ്പോൾ എന്നെ പല രീതിയിലും അതൊക്കെ ശരിയാണോ, അങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം, ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകൾ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചെറുതുന്ന ആളുകൾ, അവരാ കേസിൽ പെട്ടു, അവർക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശിക്ഷ അവർ അനുഭവിക്കുന്നു. പക്ഷേ ഞാൻ അവരായിട്ട് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ ചെറുപ്പകാലം തൊട്ട് അറിയുന്ന ആളുകളാണ്. അവരൊന്നും ഞാനങ്ങനെ തള്ളിപ്പറയില്ല. ഇതിപ്പോൾ ടി കെ ഗോവിന്ദൻ വീട്ടിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ബിനീഷിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അമ്മയുടെ ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ പാർട്ടിയുമായി ബിനീഷ് അകലുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അകലുന്നു എന്ന ചില തോന്നലുകളും ചർച്ചകളും വരെ അത് ഇടയാക്കിയിരുന്നു. ആ സംഭവം അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ടി കെ ഗോവിന്ദൻ്റെ ആ സന്ദർശനം, അന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത് ഒരു തരത്തിൽ പാർട്ടിയോടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായിരുന്നു. അല്ലല്ലോ, പാർട്ടിയും ഇപ്പോഴത്തെ അതിനെ ഈ പറയുന്ന ഈ തെറ്റിലത്തെ രേഖയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, കളിപ്പറമ്പിലെ പയ്യൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിട്ട് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പം സൈബർ അറ്റാക്ക്, ഇപ്പോൾ എൻ്റെ അടുത്താണ് സൈബർ അറ്റാക്കിൻ്റെ കാര്യം പറയുന്നത്. ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നിട്ട് മുന്നിൽ നിന്ന് ഞാൻ പതറിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പുറത്ത് നിന്നിട്ട് പൂർണ്ണമായ അറ്റാക്കും. നമ്മൾ കൂട്ടത്തിലുള്ള ആൾ വളരെ സൈലൻറ്റും. ഒരു 50 ലക്ഷം സോഷ്യൽ മീഡിയ ഹാൻഡിലുണ്ടാവും ഇടതുപക്ഷത്തിന്. ഒരു 500 ആളുകൾ പോലും ഉണ്ടാവില്ല അന്നൊരു സപ്പോർട്ട് ചെയ്യാൻ വന്ന എൻ്റെ ഫോട്ടോ ഇട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫോട്ടോ ഇട്ട ആളുകളുടെ അടിയിൽ ചെന്നിട്ട് ഇപ്പോൾ നമ്മളെ സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആൾ ഇവൻ്റെ കൂടിയൊക്കെയാണോ നിന്ന് ഫോട്ടോ ഇപ്പോഴും വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ അപമാനിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ആ 500 പേര് എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ്. ആ 500 പേരെ എനിക്ക് നല്ല 50 ലക്ഷം ഹാൻഡിലുകളുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് എൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവരെയൊന്നും തള്ളിപ്പറയാൻ തയ്യാറാവില്ല. അത് അറ്റാക്കുകൾ, ഇപ്പോൾ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്കത് ചിരിക്കാനേ പറ്റുള്ളൂ. എന്ത് സൈബർ അറ്റാക്ക്, ഇതിനും വലിയ എന്താ പറയുക, എത്രയോ ഇതിനേക്കാളും വലിയ അറ്റാക്ക് നടന്നിട്ടൊന്നും ഞാൻ പേടിച്ചിട്ടില്ല. അത് ആര് കൂടെ ഉണ്ടെന്ന് എനിക്ക് വിഷയമില്ല. എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു, ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഞാൻ കാര്യം ചെയ്തിട്ടുള്ളത്. അമ്മയും അതുപോലെ പറയുന്നുണ്ടായിരുന്നു, കോടിയേരിയുടെ മരണത്തിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയില്ല, ആരാണ് വ്യക്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അമ്മയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ ബിനീഷ് ഇപ്പോൾ പാർട്ടിയെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പറയുന്നു, അല്ലാത്തൊരു സാഹചര്യം കൂടി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമൊന്നുമില്ല. അത് അമ്മ ആ കാര്യം പറഞ്ഞതിൻ്റെ ക്രക്സ് എന്താണെന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ആ വാചകം പറയേണ്ടി വന്നത് ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടിയുടെ അടുത്ത് വരുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഉള്ള സാഹചര്യം. ആ തെറ്റിദ്ധാരണ പുറമേക്ക് മാറണ്ടേ? ആ തെറ്റിദ്ധാരണ പാർട്ടിയായിട്ട് മാറേണ്ട വിഷയം മാത്രം. അത് ടി കെ ഗോവിന്ദന്റെ വരവുമായി ബന്ധപ്പെട്ട് അനുമതി ചോദിക്കാനാണ് വിളിച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണോ? അല്ല, അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ, അത് പാർട്ടി നേതൃത്വം ചില കാര്യങ്ങൾ പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അതാണ്. അപ്പോൾ അന്ന് ആ ഫോൺ കോൾ എടുത്തിരുന്നെങ്കിൽ ആ വിവാദം ഉണ്ടാവില്ലായിരുന്നു. അല്ല, അത് പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് പാർട്ടി നേതൃത്വത്തോട് വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞങ്ങൾ പാർട്ടി കുടുംബം എന്ന രീതിയിൽ പാർട്ടി നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ടി കെ ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്കെതിരായിട്ട് നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതങ്ങനെ വിശ്വസിക്കാനും പാടില്ല. പോയവരെല്ലാവരും തിരികെ വരണം എന്നുള്ളതാണല്ലോ പാർട്ടിയുടെ നയം എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പാർട്ടിക്കകത്ത് പോകുമ്പോൾ എല്ലാ ആളുകളും പോയ ആളുകൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റി തിരുത്തിയതിൻ്റെ തെറ്റിദ്ധാരണയുടെ പുറത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി തിരുത്തുവാൻ വേണ്ടി തയ്യാറാവുന്നു. ആ പാർട്ടി തിരുത്താൻ വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ പാർട്ടിയിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഒരാൾ വീട്ടിലേക്ക് വരുന്നു, അതിനിപ്പോഴും ഞാൻ വളരെ സ്റ്റാൻഡായിട്ട് ഞങ്ങളുടെ കുടുംബം എന്ന രീതിയിലൊരു സ്റ്റാൻഡ്, അന്ന് അമ്മ പറഞ്ഞ സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ആര് കയറി വന്നാലും അവരെ സ്വീകരിക്കുക എന്നുള്ളത് കുടുംബം എന്ന രീതിയിൽ ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അറിയുന്ന ആളുകൾ എന്താണ് ആ വരുന്ന ആളുകളുടെ രാഷ്ട്രീയ നിലപാടുകളോട് ഐക്യപ്പെടുന്നു എന്നുള്ള ഒരു നിലപാടും അതുമായിട്ടില്ല.
ഈ ടി.കെ. ഗോവിന്ദൻ, വി. കുഞ്ഞികൃഷ്ണൻ അവരൊക്കെ അപ്പം പാർട്ടിയിലേക്ക് തിരിച്ചു വരണം, തെറ്റുതിരുത്തലിൽ അതുകൂടി ഉൾപ്പെടണമെന്നാണോ? അല്ല, അതൊക്കെ ഉണ്ടല്ലോ പാർട്ടിയിൽ തെറ്റിദ്ധരുത്തൽ, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരണമെന്നുള്ളതാണ് ബിനീഷിന്റെ അഭിപ്രായം. എല്ലാവരും തിരികെ വരണം. ഈ പാർട്ടി കൂടുതൽ ശക്തിപ്പെട്ടു പോകണം, കൂടുതൽ ഇതിന് അടിത്തറ വിപുലപ്പെടുത്തണം. പോയ ആളുകളൊക്കെ തന്നെ ഇതിലും മോശപ്പെട്ട രീതിയിൽ ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞത്, പാർട്ടി നേതാക്കളെ കുറിച്ച്. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ജയരാജന് പിന്നീട് തിരുത്തേണ്ടി വന്നു. എങ്ങനെ പറഞ്ഞ ആളുകളെ ഈ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അതൊക്കെ ഇപ്പൊ പാർട്ടി രേഖയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയില്ലേ. അത് അന്നത്തെ ജയരാജൻ പറഞ്ഞ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളല്ല, കമ്മിറ്റിയിൽ അത് പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇന്റർവ്യൂവിൽ. ഞങ്ങൾ കമ്മിറ്റിയിൽ പറയുന്നത് ഇതിനൊക്കെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയില്ലേ. ആ ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രീതിയിൽ, ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ, ജനങ്ങൾ എന്താണ് ഈ പാർട്ടിയിൽ നിന്ന് ആഗ്രഹിച്ചത്, ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ പാർട്ടി പുറത്തു പറഞ്ഞിരിക്കുന്നത്. കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും മോശം അനുഭവം അന്ന് അമ്മ പറഞ്ഞ, വിനോദിനി പറഞ്ഞ ആ ഫോൺ എടുക്കാത്ത പോലെയുള്ള സംഭവങ്ങളാണോ, അതോ അതിലും സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല? അല്ല, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഈ പാർട്ടി എന്നുള്ളത് ഒരു കുറച്ച് ആളുകളല്ല ഈ പാർട്ടി. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ ചെയ്യുന്ന നിലപാടുകൾ കാരണം ഈ പാർട്ടിയെ വെറുക്കാൻ വേണ്ടിയിട്ടൊന്നും കാരണമാവരുത്. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധങ്ങൾ. ചില നിലപാട് ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എടുക്കുന്ന നിലപാടുകൾ നമ്മളെ സങ്കടപ്പെടുത്താം, ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ അവഗണിക്കുന്നത് നമ്മളെ സങ്കടപ്പെടുത്താം. പക്ഷെ അതൊന്നും അല്ലല്ലോ ഈ പാർട്ടി എന്നുള്ളത്. ഈ പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നതും ആശയം എന്ന് പറയുന്നതും അതൊന്നും അല്ലല്ലോ. അതൊക്കെ ഈ അവഗണിച്ചാലും ഒക്കെ പെട്ടാൽ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാം. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ വാചകം നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണകൂട കേന്ദ്രീകൃതമാവരുത്, വ്യക്തി കേന്ദ്രീകൃതമാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിൽ ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ വ്യക്തിപരമായി ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്? അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടായാൽ പോലും ഈ പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുന്നതിൽ അതൊന്നൊരു വിഷയമല്ല. വ്യക്തിയല്ലല്ലോ പാർട്ടി. എന്തുകൊണ്ട് പക്ഷേ കോടിയേരിക്ക് മാത്രം അങ്ങനെയെന്നൊരു ചോദ്യമില്ല. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം AKG സെൻറ്ററിൽ കൊണ്ടുവരണം എന്ന് കുടുംബം ആഗ്രഹിച്ചിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ആർക്കും ഒന്നും അന്തിമോപചാരം പോലും അർപ്പിക്കാൻ കഴിയാതെ നേരിട്ട് കണ്ണൂരിലെത്തിക്കുകയായിരുന്നു. അവിടെ സംസ്കാരം നടക്കുകയായിരുന്നു. അന്നത് വലിയ വാർത്തയുമായതാണ്. അതൊക്കെ വലിയ നഷ്ടം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കാണല്ലോ. അപ്പോൾ അതൊരു വിഷമമായി ഇപ്പോഴും മനസ്സിലുണ്ടോ? അല്ല, അതൊരു വിഷമമായിട്ട് സ്വാഭാവികമായിട്ട് അവശേഷിക്കുമല്ലോ. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ജീവിതത്തിലും മരണത്തിലും കുടുംബത്തിനുള്ളതുപോലെ തന്നെ അധികാരവും അവകാശവും പാർട്ടിക്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാർട്ടി അന്നൊരു നിലപാടെടുത്തു. ആ പാർട്ടി ആ നിലപാടെടുത്തു. ആ പാർട്ടി ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കാര്യങ്ങൾ ചെയ്തു. നിങ്ങളത് അതിലുള്ള എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല? അതൊക്കെ ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് പറയേണ്ടത് പാർട്ടിയോടല്ലേ. ഞങ്ങളതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കാര്യം. വ്യക്തിപരമായി ബിനീഷിനൊരു വിഷമം തന്നെയാണ് അല്ലേ? ബിനീഷ് ചോദിക്കുന്നത് 2001 കോടിയേരിയും നിങ്ങളും എല്ലാം ഇവിടേക്ക് സെറ്റിൽ ആവുന്ന തിരുവനന്തപുരത്ത്. ഏതാണ്ട് അത്രയും 98 അത്രയും 2 പതിറ്റാണ്ടിലധികമായിട്ടുള്ള ബന്ധമുള്ള നാട്ടിൽ അവസാനമായി നമുക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ വിഷമമായിരുന്നില്ല? അല്ല, അത് ഞങ്ങൾക്കുള്ള വിഷമം എന്നുള്ളതിലുപരി ഒരുപാട് സഖാക്കൾ, അത് ഞാനത് പല കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സഖാക്കളും കാണുമ്പോൾ ഇപ്പോഴും ഒരു വേദനയോട് കൂടി പറയുന്ന ഒന്നും. ഇപ്പം ചില സഖാക്കൾ എന്നെ ഈ പറയുന്ന പല ഘട്ടങ്ങളിലും ചില പ്രായമുള്ള ആളുകൾ, ചില അമ്മമാരൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ കെട്ടിപ്പിടിച്ചൊക്കെ കരഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, കാണാൻ പറ്റില്ല. അതൊക്കെ അവർ വൈകാരികത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു ഇപ്പോഴും ഞാൻ കരുതുന്നത് ഏത് കാലത്തിലായാലും ആ ഒരു വേദന എല്ലാവരുടെ മനസ്സിലും ഉണ്ടല്ലോ. കോടിയേരി അങ്ങനെ ഒരു വേദനയായിട്ട് എല്ലാവരുടെ മനസ്സിൽ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. ചിന്തിച്ചിട്ടില്ല ബിനി? അല്ല, അതൊക്കെ ഞാൻ ചിന്തിക്കേണ്ട കാര്യമല്ലല്ലോ, പാർട്ടിയല്ലേ അതൊക്കെ. ഞങ്ങൾ പാർട്ടി കുടുംബമല്ലേ. പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അച്ഛൻ പങ്കിട്ട ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവുമല്ലോ. ജീവിതത്തിൽ എപ്പോഴും നഷ്ടങ്ങളും ഈ സങ്കടങ്ങളും തന്നെയാണ് കൂടുതലുണ്ടാകുക. പക്ഷെ എന്നാലും നമുക്ക് ഒന്നിനെ ഇഷ്ടപ്പെട്ടാൽ അതിന് നമുക്ക് എത്ര തന്നെ വെറുക്കാനുള്ള കാരണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ പാർട്ടിയും അങ്ങനെയാണ്. എന്ത് തരത്തിലും ഈ വെറുക്കപ്പെടാനുള്ള കാരണങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ പോലും നമ്മൾ അതിനെ ചേർത്ത് പിടിക്കണം എന്നുള്ളതല്ലേ പറയുക. നമ്മൾ അതിനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണമെന്നല്ലേ പറയുക. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ആ വിവാദങ്ങൾക്ക് ശേഷം പിന്നീട് അതേ സംസ്ഥാന നേതാവ് പിന്നീട് ഫോൺ എടുത്തിട്ടുണ്ടോ? MV ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടറിയാണ് അത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ല, അതേ വ്യക്തി പിന്നീട് ഫോൺ എടുത്തിട്ടുണ്ടോ? ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? പൊളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൽ പ്രധാന ചുമതലയുള്ളത് MV ഗോവിന്ദനാണല്ലോ.
കേരളത്തിൽ പ്രധാന ചുമതല വഹിക്കുന്ന PB അംഗം ആരാ? ഭാഷ അതൊന്നും നമ്മ പറഞ്ഞിട്ടില്ല. അതൊരു നേതാവാണെന്ന് പറഞ്ഞാൽ അതൊരു നേതാവ് എന്താ കേരളത്തിൽ പ്രധാന ചുമതല വഹിക്കുന്ന PB അംഗം വേറെ ആരാണ്? MV ഗോവിന്ദൻ അല്ലാതെ. അത് നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഞങ്ങൾ അങ്ങനെ കണ്ടെത്തിയതാണ് മാധ്യമം. അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ പിന്നെ ആരാണ്? അല്ല, അത് നിങ്ങൾ കണ്ടെത്തിക്കോളൂ. കേരളത്തിൽ പ്രധാന ചുമതല MV ഗോവിന്ദൻ ആണല്ലോ ഉള്ളത്. ഞാനത് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാനത് ഞങ്ങളുടെ കുടുംബം അത് പറയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയേണ്ടത് പാർട്ടി നേതൃത്വത്തോടാണ്. അത് ഞങ്ങൾ നേതൃത്വത്തോട് പറയും. അമ്മയോട് പിന്നീട് തുറന്നു പറച്ചിലുകൾ ഉണ്ടാവരുതെന്ന് നിങ്ങൾ പറഞ്ഞോ, അതോ അമ്മ സ്വയം? അമ്മയോട് തുറന്നു പറച്ചിലുണ്ടാവരുതെന്ന് പറയാം. അമ്മ എന്തൊരു സ്വതന്ത്ര വ്യക്തിയല്ലേ. അമ്മയെ അങ്ങനെ ഈ പറയുന്ന ഒരു അവരെ അങ്ങനെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഏത് വ്യക്തിയിലും പോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ അവർക്ക്? ഞങ്ങളിപ്പോൾ അവരുടെ അച്ഛനൊരു ഭാവി ആലോചിച്ച് MV രാജഗോപാലൻ മാഷ് എന്നുള്ളത് തലശ്ശേരിയുടെ മുൻ MLA ആണ്. അവരൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്. അവർ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായിട്ട് നിന്ന ആളാണ്. അവർക്ക് നല്ല സംഘടനാ ബോധമുണ്ട്. അവരാ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള നല്ല ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരത് പറയും. അപ്പോൾ അവരുടെ ഈ പറയുന്ന ഇന്ന രീതിയിൽ അഭിപ്രായം പറയാനൊന്നും അവരുടെ അടുത്ത് പറയാനൊന്നും പറ്റില്ല. അല്ല, ഒരു പക്ഷേ മകന്റെ ഭാവിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓർത്തിട്ട് അമ്മ പറയാത്തതായിരിക്കും. എന്റെ ഭാവിയോ? എൻ്റെ അച്ഛൻ പേടിച്ചിട്ടില്ല എൻ്റെ ഭാവി ഓർത്ത്, പിന്നല്ലേ എൻ്റെ അമ്മ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ വരുന്നു. തെറ്റിദ്ധരുത്തലിനെ കുറിച്ച് ഇപ്പോൾ ബിനീഷ് പറഞ്ഞു. ഇപ്പോൾ ഉയരുന്നൊരു വിവാദം, ഈ നമ്മളെന്താണോ പയ്യന്നൂരൊക്കെ കണ്ടത് അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന മന്ദിരത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിൻ്റെ കാര്യത്തിലും വലിയ തട്ടിപ്പ് നടന്നു എന്നൊരു വാർത്ത വരികയാണ്. അതിനെ ശ്രദ്ധിച്ചോ? അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത്? അല്ല, ഞങ്ങൾ ശ്രദ്ധിച്ചു. പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ജീർണതകളൊക്കെ സംഭവിക്കാം. പാർട്ടിക്കകത്ത് അതിലുള്ള ജീർണതകൾ സംഭവിച്ചാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് പാർട്ടിക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളെ പുറത്താക്കിയിട്ടുണ്ട് പാർട്ടി അതിനെ ഈ പറഞ്ഞ ചുമതലയുണ്ടായിരുന്ന ആളെ പുറത്താക്കി. ലോക്കൽ സെക്രട്ടറിക്ക് മാത്രമാണോ അതിന്റെ ഉത്തരവാദിത്വം? ഇങ്ങനെ ലോക്കൽ സെക്രട്ടറിക്ക് മാത്രമാണോ അതിന്റെ ഉത്തരവാദിത്വം? അറ്റ് പ്രസന്റ് അതിന്റെ അന്വേഷണം നടക്കുകയാണല്ലോ. അന്വേഷണം നടത്തി പാർട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തും. പക്ഷേ ഏരിയ കമ്മിറ്റി, അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള വ്യക്തി, പുള്ളിക്കൊക്കെ പങ്കുണ്ട്, അതായത് മേലെത്തട്ടിൽ, പാർട്ടിയുടെ മേലെത്തട്ടിലുള്ളവർക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം ഒരു സംശയമുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ സംശയിക്കുന്നില്ല. അത് പാർട്ടി കണ്ടെത്തുമല്ലോ. ഇപ്പോൾ പാർട്ടിയുടേതായിട്ടുള്ള മെക്കാനിസം ഉണ്ടല്ലോ, പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതികളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചുമതല കണ്ടപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പം തന്നെ അയാളെ ചുമതലയിൽ നിന്ന് മാറ്റി നടപടിയെടുത്ത് നിർത്തിയിരിക്കുകയാണല്ലോ. അല്ല, ആക്ഷേപം കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതെ, അതിപ്പോഴാണ് പാർട്ടിയുടെ മുന്നിൽ പരാതിയായിട്ട് വരികയും കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്ത് ഇപ്പോഴാണ്. അപ്പോൾ ആ കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ അത് അയാൾ മാറ്റി. ഇനി അതിനുള്ള അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള നടപടിയിലേക്ക് പാർട്ടി നോക്കിയിട്ട് കിടക്കും. ഇതിപ്പോൾ സ്വന്തം പിതാവിൻ്റെ പേരിൽ തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ഫണ്ട് പിരിവ്, ഒരു സ്മാരക മന്ദിരത്തിന് വേണ്ടി തുടങ്ങിയ ഫണ്ട് പിരിവിൽ അഴിമതി നടക്കുന്നു എന്നത് ഒരു മകനെന്ന നിലയിൽ താങ്കൾക്ക് വിഷമം ഉണ്ടാക്കുന്നതല്ലേ? അത് ഏത് മകനായാലും വിഷമം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അത് പാർട്ടിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ പാർട്ടി അതിനായിട്ടുള്ള നടപടി എടുക്കുന്ന ഉത്തമ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. കാരണം അതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കരുത്തോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പാർട്ടിയിൽ രേഖാമൂലം പരാതികളോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളതിനെ ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുടുംബത്തിൻ്റെത് മാത്രമല്ല, അത് പാർട്ടിയുടേതാണ്. ഈ ജനങ്ങളുടെ ഈ പറയുന്ന ഈ സമൂഹത്തിൻ്റെ മുഴുവനാണ്. ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കോടിയേരി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന ആളുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. കോടിയേരിയെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ ആർക്ക് വേണമെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാത്ത രാഷ്ട്രീയം വരുമ്പോൾ മാത്രമേ നമ്മളതിനെ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ഈ ഒരു ഇതെടുക്കുന്നു അതിന് നമ്മുടെ പെർമിഷൻ തന്നെ. അതിനൊക്കെ കോടിയേരി സമൂഹത്തിൽ ജീവിച്ച ആളാണ്. ഇപ്പോഴും ബിനീഷ് കോടിയേരിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നതാണ്. അത് അഭിമാനമാണോ? അതിനപ്പുറം മറ്റൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഇല്ല, എപ്പോഴും ജീവിതകാലം മുഴുവൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള ഐഡന്റിറ്റി, മുന്നിൽ നിന്നുകൊണ്ടുള്ള ഐഡന്റിറ്റിക്ക് മാത്രമേ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു ഐഡന്റിറ്റി വെച്ചുകൊണ്ട് തന്നെ ജീവിതാവസാനം പോവുകയാണ് എങ്കിൽ പോലും ആ ജീവിതകാലം അങ്ങനെ തന്നെ ജീവിച്ച് തീർക്കാനാണ് എനിക്കിഷ്ടം. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള ഐഡന്റിറ്റിയാണല്ലോ ഏറ്റവും അഭിമാനപൂർവ്വം. നമുക്കറിയാം, പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു പിണറായി വിജയനും കോടിയേരിയും. ആ കോംബോ ഭയങ്കര പാർട്ടിക്കും എല്ലാം അതിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വലിയ ഉപകാരപ്രദമായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു കോടിയേരിയുടെ അഭാവമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഈ രണ്ട് പേരിൽ ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ ബിനീഷിനെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് ആരാണ്? അതിപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചില്ലല്ലോ വല്ല അർത്ഥമുണ്ടോ? അതിപ്പോൾ എൻ്റെ അച്ഛൻ തന്നെയാണല്ലോ എന്നെ ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ കൂടുതൽ ഇടപെട്ട് നിൽക്കുന്നതും ഞാൻ ജീവിതകാലം മുഴുവൻ കണ്ടതും ജീവിതകാലം മുഴുവൻ സംസാരിച്ചതും ഒക്കെ എൻ്റെ അച്ഛനായിട്ടായിരിക്കുമല്ലോ. എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കുമല്ലോ. ഇത് ഞാൻ നിഷ്പക്ഷനായി നിന്ന് ഒരു കമ്പാരിസൺ ആണ്. അല്ല, എന്നെ സംബന്ധിച്ചിട്ട് അത്രയേ ഉള്ളൂ. അച്ഛൻ കഴിഞ്ഞേ ഉള്ളൂ. അതാണല്ലോ എന്തായാലും. അച്ഛൻ എങ്ങനെയൊക്കെയാണ് ബിനീഷിനെ സ്വാധീനിച്ചിട്ടുള്ളത്?
ഏറ്റവും പ്രധാനമായിട്ട് സാധിച്ചില്ല ഒന്നിന്റെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിന്റെ മുമ്പിലൊന്നും പതറിപ്പോകരുത് എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം പ്രതിസന്ധി വന്നാൽ പതറിപ്പോകരുത്, എല്ലാത്തിനെയും നേരിട്ടോളണം. എപ്പോഴും പറയുന്ന ഒരു വാചകം വാ നോക്കാം, ഈ ഒരു വാചകമാണ് വാ നോക്കാം, അത് വരട്ടെ നോക്കാം. ഈ വാചകം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്ത് പ്രശ്നം വരുമ്പോഴും ഈ ശബ്ദം എപ്പോഴും ഒരു അശരീരി പോലെ ഇങ്ങനെ വരട്ടെ നോക്കാം എന്നൊരു സാധനം എപ്പോഴും അച്ഛൻ പറയുന്നൊരു വാചകം. അതെപ്പോഴും ഭയങ്കര കരുത്തായിരുന്നു. ഇപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് കരുത്താണ്. ഇപ്പം ആലോചിക്കുന്നുണ്ടോ കുറച്ചുകൂടി അച്ഛനെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ആഗ്രഹിച്ച നിലയിൽ പെരുമാറണമായിരുന്നു, വളരണമായിരുന്നു, അല്ലെങ്കിൽ അച്ഛന് ഞാൻ കാരണം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിലൊക്കെ കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്? അത് സ്വാഭാവികം. ഞാൻ അതാണല്ലോ അങ്ങനെ ഒരു നവീകരിക്കപ്പെടലൊക്കെ നമുക്ക് ഇപ്പോൾ ജയിലിൽ പോയ സമയത്ത് അത് വലിയ രീതിയിൽ ഞാൻ ആലോചിച്ച കാര്യങ്ങളാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തണമെന്ന് ഞാൻ സ്വയമേവ ആലോചിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് ആ ഒരു വർഷക്കാലത്തെ ജയിൽ ജീവിതം തന്നെയാണ്. കുറേ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ അച്ഛൻ മാത്രമായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നതും ഇപ്പോൾ ആലോചിച്ച് വെക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനോട് തെറ്റ് ചെയ്യാത്ത ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അത് അച്ഛനോട് പറയാം. ചെറുതായാലും വലുതൊന്നുമില്ല, എന്ത് തെറ്റുകൾ ചെയ്തത് ഞാൻ അച്ഛൻ്റെ അടുത്ത് തുറന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെ പറയാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരാളാണ്. അതാണ് അച്ഛൻ. അപ്പം എന്നെ മാത്രമല്ല, അച്ഛനെ സംബന്ധിച്ചിട്ട് എല്ലാ ആളുകളും പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു ലിസണറാണ്, ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാണ് കോടിയേരി എന്നുള്ളതാണ്. നോ പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ? അച്ഛൻ നോ പറഞ്ഞത് എന്തെങ്കിലും ബിനീഷ് നോ എന്ന് അച്ഛനൊന്നും പറയില്ല. അതാണ് അച്ഛൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് വലിയ സംഭവമായിട്ട് നമ്മൾ അവതരിപ്പിക്കും. ഭയങ്കര നമ്മളെന്തോ വലിയ സംഭവം ചെയ്തതല്ലേ. അപ്പം മൂപ്പറൊരു ചിരിയുണ്ട്, അത് നമ്മളെ ആകെ മൊത്തത്തിലാകും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു വലിയ കാര്യമില്ല, നീ അതിൻ്റെ ബാക്ക് പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പം ഞാനതങ്ങ് വിടും, അത്രയേ ഉള്ളൂ. അച്ഛൻ തള്ളി പറഞ്ഞ ഏതെങ്കിലും സമയം ഉണ്ടായിട്ടുണ്ടോ ബിനീഷ്? എന്നെയോ തള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പല ഏതെങ്കിലും ഞാൻ എടുത്ത നിലപാടുകൾ അങ്ങനെയൊക്കെയാണ്. നിലപാടിലോ ചെയ്ത കാര്യങ്ങൾക്കകത്തും അത് വേണ്ടേനടാ അങ്ങനെ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ, അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അച്ഛൻ അങ്ങനെ ഒരു നിലപാടല്ല. അത് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ കേസ് വന്നത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ പറഞ്ഞു, അച്ഛാ എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഇത്തരത്തിലേക്ക്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പല ഇൻ്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുണ്ട്, നീ കോടിയേരിയുടെ മകനായതുകൊണ്ടാണ് നിനക്ക് ഈ കേസുകളൊക്കെ വന്നത്. അപ്പം പിന്നെ അച്ഛൻ പറഞ്ഞ മറ്റോ ഞാനില്ലാതാവുന്ന കാലത്ത് ഇതെല്ലാം അവസാനിക്കും. അത് പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. ഇപ്പം എന്നെ കൊണ്ട് എന്തെങ്കിലും കേസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ? അല്ല, അതെ, കേൾക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പം എന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കോടിയേരിയുടെ ഫെയിമിൽ നിൽക്കുന്ന ഒരു ബിനീഷ് കോടിയേരിയെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്നത് കുറച്ചുകൂടി ഒരു ഇത്തരത്തിലേക്കുള്ള കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ടുള്ള മേഖലയാണ്. ഇപ്പോൾ സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടായാലും സിനിമ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് കുറച്ചുകൂടി പതുക്കെ വരുമ്പോൾ ഇതെല്ലാം പിറകെ വന്നോളും. അതൊക്കെ എനിക്ക് അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള നല്ല കരുത്ത് ഞങ്ങൾക്കില്ലേ. അപ്പോൾ ബിനീഷ് എങ്ങനെയാണ് ബിനീഷിൻ്റെ ഭാവിയെ സെറ്റ് ചെയ്യുന്നത്? പൊളിറ്റിക്സ് ഒരു ഫുൾ ടൈമറായി നിൽക്കാനാണോ താല്പര്യം? ഇനി ഞാനൊരു ഫുൾ ടൈമറായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ മാത്രം തീരുമാനിച്ച പോലല്ലോ, ഞങ്ങളുടെ സിസ്റ്റം പ്രകാരം പാർട്ടി എന്ന രീതിയിലാണ് അതൊക്കെ കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ഈ പൂർണ്ണസമയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇടപെടുന്നതിൽ എനിക്ക് പരിമിതികളുണ്ട്. ഇപ്പം ഞാൻ സിനിമ ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു ക്രിക്കറ്റ് ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ അഡ്വക്കസി ഉള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള മേഖലയിൽ നിൽക്കുമ്പോൾ പാർട്ടിയുമായിട്ട് ഇത് ചെയ്യുന്ന എല്ലാവർക്കും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്സിൽ നിൽക്കുക എന്നുള്ളത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ സമൂഹവുമായിട്ട് ഇടപെട്ട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇടപെട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബിനീഷ് ഈ പൊതുപ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്, അല്ലെങ്കിൽ പാർട്ടിയിൽ ഫുൾ ടൈമറായി നിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും പിന്തുണ തന്നിട്ടല്ലല്ലോ നമ്മൾ ഇതുമായിട്ട് പ്രവർത്തിക്കേണ്ടത്. അത് നമ്മൾ സ്വയമേവ സന്നദ്ധരാകുമല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ ഇതൊരു വലതുപക്ഷ രാഷ്ട്രീയമൊന്നുമല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള രീതികളൊന്നുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് സ്വയമേവ നിങ്ങൾ എന്ത് പാർട്ടിക്ക് നൽകുന്നു എന്നുള്ളതാണ്, അല്ലാണ്ട് പാർട്ടി നിങ്ങൾക്ക് എന്ത് നൽകുന്നു എന്നുള്ളതല്ല. ഞാൻ എന്താണ് പാർട്ടിക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു ഷംസീറിൻ്റെ ഒരു പടം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സഖാവ് പുഷ്പനെ സന്ദർശിക്കാൻ എത്തിയ സമയത്തെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഷംസീർ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന്
മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. ഇന്ന് ഇപ്പോൾ തോൽവിയായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറച്ച് തുറന്നു പറച്ചിലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഷംസീറുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? ഷംസീർ ഞങ്ങളെ വീട്ടിലെ പൂർണ്ണ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ളവരാണ്. ഇപ്പം ഞങ്ങൾ ലൈക്ക് എ ബ്രദർ എന്നുള്ളത് തന്നെയാണ്. ലൈക്ക് എ ബ്രദറിനേക്കാളും ഉപരി അങ്ങനെ പറയുന്നതിനാൽ ബ്രദർ എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഏറ്റവും. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഇപ്പോൾ വിനോയും ഞാനും ഷംസീറൊക്കെ ഒരുമിച്ച് വന്ന ആളുകളാണ്. അപ്പം അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പറയുന്ന പോലെ യങ് രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് ഷംസീർ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന, ഇപ്പോഴും ഞങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമുക്ക് എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു നിലപാടെടുക്കണം എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ഷംസീർ എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ഷംസീർ പറഞ്ഞ നിലപാട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കാര്യങ്ങളല്ലേ പറയുന്നത്. അത് ഷംസീർ അങ്ങനെ ഒരു തുറന്ന പറച്ചിലുകൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകണം. അങ്ങനെ ഉള്ള നേതാക്കൾ കൂടുതലായിട്ട് ഉയർന്നു വരണം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള നേതാക്കൾ ഉയർന്ന് സമൂഹത്തിൽ കൂടുതൽ ഏറ്റുപറയുകയും ചേർന്ന് നിൽക്കുകയും ചെയ്താലാണ് ഈ പാർട്ടിയിൽ കൂടുതൽ ആളുകൾ വിശ്വാസത്തോടു കൂടി ചേർന്ന് നിൽക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഷംസീറിന് മത്സരിക്കാൻ അവസരം കിട്ടേണ്ടതായിരുന്നില്ലേ? അല്ല, അത് അത്തരത്തിലല്ല അതിനെ കാണുന്നത്. ഇപ്പൊ തലശ്ശേരി പോലത്തെ ഒരു മണ്ഡലം എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും അത്തരത്തിലേക്കൊരു എടുക്കാൻ സീനിയർ ലീഡേഴ്സ് മാത്രം മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് തലശ്ശേരിയെ സംബന്ധിച്ചുള്ളത്. ആ മണ്ഡലത്തിൽ ഷംസീർ 2 പ്രാവശ്യം മത്സരിച്ചു. ഏറ്റവും വലിയ തലശ്ശേരി കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം തലശ്ശേരിക്ക് സമ്മാനിച്ച് കിട്ടിയ ഒരു MLA ആയിട്ട് ഷംസീർ വന്നു. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവന്നു. ഷംസീർ ഇപ്പം ഷംസീറിനെ കുറിച്ച് എപ്പോഴും നിയമസഭയിൽ ഉണ്ടായിരുന്ന പ്രകടനം കാണുമ്പോൾ സ്പീക്കർ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാവുന്നു, ഏറ്റവും മികച്ച സ്പീക്കറായിട്ട് ഷംസീർ മാറി. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു ബുക്കിനെ കവർ കൊണ്ട് മാത്രം കണ്ടുകൊണ്ട് ജഡ്ജ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെയാണ് ഷംസീറിൻ്റെ ഒരു പൊളിറ്റിക്സിലെ ഒരു മാറ്റം സ്പീക്കറായപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പുതിയ കാലഘട്ടത്തിൽ സമൂഹമായിട്ട് ചേർന്ന് നിൽക്കുന്ന, പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന, ജെൻസികളുടെ ഭാഷ സംസാരിക്കുന്ന, ജെൻസികളുമായിട്ട് ചേർന്ന് നിന്ന് പോകുന്ന രാഷ്ട്രീയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകൾ കൂടുതലായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബിനീഷിൻ്റെ അവസ്ഥയിൽ ബിനീഷിനൊപ്പം നിൽക്കാത്ത സുഹൃത്തുക്കളോ പാർട്ടിക്കാരോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വ്യക്തിപരമായി വേദനയായിട്ട് അങ്ങനെ അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പാർട്ടി എന്ന രീതിയിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ പിന്നെ അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവർ അതുകൊണ്ട് വേദനപ്പെടുത്തിയവരുണ്ട്. അല്ല, അതായിക്കോട്ടെ, അതുണ്ടാവുമല്ലോ, മനുഷ്യരായാലും ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും ഞാൻ അതൊന്നും കാണുന്നില്ല. അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞു. പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ വെറുപ്പ് മനസ്സിൽ വെച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ ദേഷ്യത്തിലൊക്കെ സംസാരിക്കുക, അതൊക്കെ ഒരു മാക്സിമം, എൻ്റെ ദേഷ്യമൊക്കെ മാക്സിമം ഒരു 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ ഉള്ളൂ. പക്ഷെ ആ 30 മിനിറ്റ് ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ തോന്നും. അത്രയ്ക്ക് ഉള്ളൂ. അല്ല, അല്ല ഇപ്പോൾ മാറ്റമുണ്ട്. ബിനീഷ് തന്നെ സ്വയം നവീകരിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ആ ഘട്ടത്തിൽ അകന്നു നിന്നവർ അടുത്ത് വരുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെ എത്രയോ പേര്, എല്ലാവരും അങ്ങനെ. അവരോട് ബിനീഷ് ക്ഷമിച്ചോ? അല്ല, അങ്ങനെ ക്ഷമിച്ചു ഞാൻ ആരെ ക്ഷമിക്കുക? അങ്ങനെയല്ല. അത് ആ ഘട്ടത്തിൽ പാർട്ടി എടുത്ത നിലപാടിൻ്റെ ഒപ്പമല്ലേ എല്ലാവർക്കും നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇടയ്ക്ക് ഞാനും ഒരു കോക്രോച്ച് ആണ് എന്ന് ബിനീഷ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പം പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് ബിനീഷ് പറയുന്നത്. ഈ മൂവ്മെൻറ്റ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ജെൻസി രാഷ്ട്രീയം, ഇപ്പം പ്രധാനമന്ത്രി എപ്പോഴും രാത്രി വന്ന് ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ജെൻസികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഒപ്പം നിർത്തുന്നതിന് പാർട്ടി സ്വയം നവീകരിക്കണം, പാർട്ടി സ്വയം മാറണം എന്ന അഭിപ്രായമുണ്ടോ ബിനീഷ്? പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ, നമ്മൾ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന രീതികൾ ഒക്കെ തന്നെ വ്യത്യാസം വരണം. എന്നാൽ മാത്രം ഇപ്പം ഈ പറഞ്ഞ 40 വയസ്സ് താഴെയുള്ള ആളുകൾ ജെൻസി ഇടുന്ന വസ്ത്രങ്ങൾ ധരിക്കാതെയും ജെൻസികൾ ഉപയോഗിക്കുന്ന ടെക്നോളജി യൂസ് ചെയ്യാതെയും അവർ എടുത്തു പോയി നിന്ന് കാര്യങ്ങൾ സംസാരിച്ചാൽ അവരെ നിങ്ങൾക്ക് കിട്ടില്ല. അവരുടേതായിട്ടുള്ളൊരു പാരൽ വേൾഡിലോട്ട് പോകും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. 12 വർഷമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം ഇവിടെ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ജെൻസികളിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ, ഞാൻ ജെൻസികളുമായിട്ട് അങ്ങനെ സംവദിക്കുന്ന ഒരാളാണ്. എനിക്ക് ആ കൂട്ടത്തിൻ്റെ അകത്ത് എപ്പോഴും ഞാനതാണ് ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും, അപ്പോൾ ഇവരുടെ രീതികൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതേ ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു. കാരണം ഇനി വരുന്ന ഒരു 20 വർഷം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ്. മീൻസ് ഇപ്പം നമ്മളൊക്കെ ഈ 40 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പതുക്കെ ഈ സമൂഹത്തിൽ നിന്ന് മാറാൻ തുടങ്ങുക. ഇപ്പോൾ 20 വയസ്സുള്ള ആളുകളാണ് ഇനി വരാനുള്ള 20 വർഷത്തെ ഈ സമൂഹം എന്ന് പറയുന്നത്.
അവർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, അവർക്ക് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നവീനമായ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവരെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരെന്താ ചെയ്യുക, നമ്മളെ രാഷ്ട്രീയത്തോടൊപ്പം അവരെ നിൽക്കുന്നില്ല എന്ന് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവർ ഇതേപോലത്തെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തി പോയി. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറായി. ഇപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും നിന്നത് ഇപ്പോൾ SFIയും AESFും ഐസയും മാത്രമാണ് ആ സംഘടന ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടൈം നിന്നത്. മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ തയ്യാറില്ല. അവർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സമരം ചെയ്യുമ്പോൾ എങ്ങനെ സമരം ചെയ്യണമെന്നും അതിനെ ക്രോഡീകരിക്കേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെ സമരത്തിലേക്ക് മുന്നോട്ട് നയിക്കാമെന്നൊക്കെയുള്ള കൃത്യമായ ബോധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ CJP എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അവരും അതിൻ്റെ കൂടെയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് വലിയൊരു ആശ്വാസം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്നു. ഞാൻ എന്തായാലും ആ പ്ലാറ്റ്ഫോമിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും ആ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് ഓൺ ചെയ്യുകയും ഇനി വരാനിരിക്കുന്ന കാലത്തിൽ മുന്നോട്ട് വെക്കുന്ന സമരത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യും. സിനിമ കുറേയധികം സിനിമകൾ ചെയ്തിട്ടുണ്ട് വിനീഷ്. ഇനി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടോ? ശേഷം ഒരു 3 വർഷമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് എടുത്ത് നിൽക്കുകയാണ്. ഈ വർഷം ഒരു സിനിമ സൈൻ ചെയ്ത് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ സിനിമ ഇന്ന് വിചാരിച്ച് നാളെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അവർ ഭയങ്കരമായിട്ട് സ്റ്റഡി, ഇപ്പോൾ ജെൻസി ആളുകളൊക്കെ തന്നെയാണ് അവർ സിനിമയെ പുതിയ രീതിയിൽ കാണുന്നത്. അവർ വളരെ സ്റ്റഡീഡാണ്. അവർ ഫുൾ ബൈൻഡായിട്ട് കാര്യങ്ങൾ വന്ന് അവതരിപ്പിക്കും. ഓരോ സീൻ വൈസ് അവർ കൃത്യമായിട്ട് വരച്ച് ഓരോ കാർട്ടൂൺ ബേസ്ഡ് കാര്യങ്ങൾ സ്റ്റോറി ബോർഡുകൾ ഉണ്ടാക്കി തരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുന്നു. പഴയ ബിനീഷായിട്ടാണോ പുതിയ ബിനീഷായിട്ടാണോ? ഞാനല്ലോ ഞാൻ അങ്ങനെ വലിയ നിരന്തര സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. എന്നെ അറിയാവുന്ന ആളുകൾ സിനിമയിൽ വിളിക്കും. എന്നാലും ബിനീഷിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതെ, ഇനിയിപ്പോ പുതിയ കാലഘട്ടത്തിൽ വരുമ്പോ എന്താന്നുള്ളത് നോക്കാം, ഏത് രീതിയിലാണ് അവർ വിളിക്കുന്നത് നോക്കാം. ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ക്യാരക്ടറിനെ കുറിച്ചുള്ള ചർച്ചയൊന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ ക്യാരക്ടർ റോൾസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അത് ഇനി പുതിയ ഈ പറയുന്ന പോലെ തന്നെ പുതിയ തരത്തിലുള്ള സിനിമയാണ്, പുതിയ തരത്തിലുള്ള കഥ ഈ വർഷം ഉണ്ടാവുമോ? ഈ വർഷത്തിലേക്ക് ഷൂട്ട് തുടങ്ങുകയേ ഉള്ളൂ. അപ്പൊ സിനിമയും ഒപ്പം തന്നെ ഉണ്ടാവും. താരസംഘടനയിൽ അംഗത്വം നിലനിർത്തുന്നുണ്ട്. താരസംഘടനയിൽ നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അതൊക്കെ കാണുന്നുണ്ടോ ബിനീഷ്? സംഘടനയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അമ്മ സംഘടന നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഒരു 10-600 പേരുള്ളൂ. ഒരു 100 പേരിൽ താഴെ ഉള്ളൂന്നേ സ്ഥിരമായിട്ട് വരുമാനമുള്ള അല്ലെങ്കിൽ സ്ഥിരം സിനിമകളുള്ള ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കഷ്ടപ്പെട്ട് നിൽക്കുന്നവർ. അവർക്ക് ഒരു പരിധിയിൽ കുറഞ്ഞ് ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അവർക്കൊരു പരിധിയിൽ കുറഞ്ഞ ഒരു ജീവിത നിലവാരത്തിലേക്ക് താഴോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സംഘടന മുൻനിർത്തി അവർക്ക് ഉള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, ആരോഗ്യ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ബുദ്ധിമുട്ടി പോകും. ഈ സംഘടന അങ്ങനെ തകരുമെന്ന് ഇപ്പോൾ ലാലേട്ടൻ തന്നെ അതിൽ പറഞ്ഞു. ആര് വിചാരിച്ചാൽ ഈ സംഘടന തകരുമെന്നില്ല, മുന്നോട്ട് പോകും. ഞാൻ പേഴ്സണലി കരുതുന്നത് ഇപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും കൂടി ഒരു നിലപാടെടുത്ത് പറഞ്ഞാൽ എന്താണ് മുന്നോട്ട് നമ്മൾ പോകേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പം ശ്വേത ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതകളുടെ നേതൃത്വത്തിലേക്ക് ഒരു സംഘടന ഒരു സംവിധാനം വരട്ടെ എന്ന് ഇവർ പറഞ്ഞത് കൊണ്ടാണ് അത് വന്നത്. അല്ലാണ്ട് അങ്ങനെ പൊടുന്നനെ ആരെങ്കിലും വന്ന് ആയി മത്സരിച്ച് ജയിച്ചത് കൊണ്ട് മാത്രമല്ല. അതിൽ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സുരേഷേട്ടൻ്റെയും ഒരു നിലപാട് ഒരു സ്ത്രീകൾ നയിക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണസമിതി വരട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതായിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയ രീതിയിൽ ഇനി എന്താണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവനോടൊപ്പം ഈ സംഘടനയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ. തെരഞ്ഞെടുപ്പ് കൊണ്ട് പ്രശ്നം പരിഹരിക്കില്ലെന്നാണോ? അല്ല, ഇനി തെരഞ്ഞെടുപ്പേ വഴിയുള്ളൂ. അല്ല, അതെ, ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന നിലപാടെന്ത്, ആരെ കൊണ്ടുവരണം എന്നൊരു രീതിയിലേക്ക്. കാരണം ഇവര് 3 പേരുമാണെന്നേ ഇതിന്റെ ഫേസ്. ജനാധിപത്യം വരണം, പവർ ഗ്രൂപ്പുകൾ മാറണമെന്നാണ് ഞാൻ പറഞ്ഞു. ഇവര് 3 പേര് തന്നെയാണ് ഇതിന്റെ ഫേസ്. അപ്പൊ അവരൊരു നിലപാട് പറയുമ്പോൾ ആ നിലപാടിനോട് ചേർന്ന് ഈ സംഘടനയ്ക്ക് പണം കണ്ടെത്തണം, ഈ സംഘടനയ്ക്ക് ആവശ്യമുള്ള പണം സ്വരൂപിക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള ആളുകൾ വന്നാൽ മാത്രമേ ആ നിലപാടിനോടൊപ്പം നിൽക്കുന്നു. അതൊരു പവർ ഗ്രൂപ്പ് ഒന്നുമല്ല. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കും സുരേഷേട്ടനും ഈ അമ്മയിൽ ഒരു പവർ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊന്നും ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇടപെടാതിരുന്നാൽ അത്രയും സൗകര്യം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അവരുണ്ടാക്കിയ ഒരു സംഘടനയാണല്ലോ ഇത്. അപ്പോൾ അവരെ ഒരു വാക്കിന് വിലയുണ്ട്. ഇപ്പം നമ്മൾ ഒരു ചില പ്രസ്ഥാനത്ത് ചില ആളുകളുടെ വാക്കിന് വിലയുണ്ട് എന്ന് പറയില്ലേ. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിട്ട് ഇവർ 3 പേരുടെ വാക്കിന് വലിയ വിലയുണ്ട്. അപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ സജീവമായി അല്ലേ, സ്പോർട്സിലും സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ബിനീഷിനെയാണ് നമ്മൾ കാണാതിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.